ജഗദീഷ് ഡയറക്റ്റ് ചെയ്ത് പ്രിയദർശി പുലിക്കൊണ്ട എന്ന നായകൻ അഭിനയിച്ച കോട്ട് സ്റ്റേറ്റ് വേഴ്സ് നോബഡി എന്ന കോർട്ടൂൺ ഡ്രാമനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സിനിമ തെലുങ്കാണ്, ഞാൻ കണ്ടത് മലയാളം ഡബ്ബാണ്. ഒരു ഗംഭീര സിനിമയായിട്ടാണ് എനിക്ക് ഈ സിനിമ അനുഭവപ്പെട്ടത്. ഇതിന്റെ തുടക്കത്തിൽ പോക്സോ കേസിൽ ഒരു വിചാരണ കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ തുടങ്ങുന്നത്. പോക്സോ കേസിൽ ഫൈനൽ ജഡ്ജ്മെന്റിനെ കാത്തിരിക്കുന്ന ഒരു ചെറിയ പയ്യൻ, അപ്പോൾ അവന്റെ കൂടെയുള്ളവര് തീരുമാനിക്കുന്ന നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഫൈനൽ ജഡ്ജ്മെന്റിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഒരു പ്രശസ്തനായ വക്കീലിനെ കുറിച്ച് കേൾക്കുന്നു. വിശാഖപട്ടണത്തുള്ള പ്രഗത്ഭനായ വക്കീലിനെ കുറിച്ച് കേൾക്കുന്നത് അവിടെ പോയി ഇത് അവതരിപ്പിക്കുകയും ചെയ്യുകയാണ്. അവിടെ തന്റെ ജൂനിയറായ നായകൻ ഈ കേസ് ഏറ്റെടുക്കുന്നതും പിന്നീട് നടക്കുന്ന കാര്യങ്ങളുമാണ് സിനിമ സംസാരിക്കുന്നത്. സിനിമയുടെ ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്നത് ഇതിന്റെ ആ ശരിക്കും നടന്ന കാര്യങ്ങളും ഒക്കെയാണ്. ഇതിൽ പോക്സോ കേസ് എങ്ങനെ ദുരുപയോഗം ചെയ്തു എന്നുള്ളത് വളരെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. 2013 ഈ കഥ നടക്കുന്നത് തന്നെ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്, ഈ സിനിമയ്ക്ക് എന്താവശ്യമാണ് അത് മാത്രമേ ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ളൂ, അത് മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്നുള്ളതാണ്. റൈറ്റർ ഈ സംവിധായകൻ തന്നെയാണ് റാം ജഗദീഷ്. പുള്ളി ഗംഭീരമായിട്ട് തന്നെ ഈ സിനിമ എഴുതിയിട്ടുണ്ട്, അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഒരു സീൻ പോലും നമുക്ക് അനാവശ്യമായി തോന്നുന്നില്ല. നമ്മൾ സിംഗിൾ സ്ട്രെച്ചിലേക്ക് ഒരു സിനിമ അങ്ങനെ ഒരു അതിശയത്തോടെ കണ്ടിരിക്കുന്ന ഒരു ഇതാണ്. കാരണം അത്രയും നല്ല എന്താണ് സംഭവിക്കുക, എങ്ങനെയാണ് ഈ കേസ് നടക്കുക എന്നുള്ളത് വളരെ ഗ്രിപ്പിംഗ് ആയിട്ട് തന്നെ ഈ സിനിമ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഗംഭീര സിനിമ തന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കോട്ട് സ്റ്റേറ്റ് വേഴ്സ് നോബഡി നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. തീർച്ചയായും കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക.